മുഖ്യമന്ത്രി സ്ഥാനം 2 ദിവസത്തിനകം ഒഴിയും എന്ന നിർണായക പ്രഖ്യാപനവുമായി അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായ ശേഷം പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കെജ്രിവാൾ. സരുണെ ജോസ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിലയിരുത്തലുമായി ചേരുന്നു. സരുൺ, എന്താണ് കെജ്രിവാളിന്റെ മനസ്സിൽ? വേണു, 2013-ൽ ഭൂരിപക്ഷം ലഭിക്കാതെ കെജ്രിവാൾ അധികാരത്തിൽ വന്നിരുന്നു. അന്ന് കോൺഗ്രസിന്റെ പിന്തുണയോടെയായിരുന്നു കെജ്രിവാൾ ഡൽഹിയുടെ ഭരണം പിടിച്ചത്. പക്ഷേ ആ സർക്കാർ 49 ദിവസം മാത്രമേ നീണ്ടുപോയുള്ളൂ. കാരണം ലോക്പാൽ ബിൽ നടപ്പാക്കാൻ സാധിക്കാത്തതിനെ തുടർന്ന് കെജ്രിവാൾ 49 ദിവസത്തിന് ശേഷം രാജിവെക്കുകയായിരുന്നു. അന്ന് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. തൊട്ടടുത്ത വർഷം 2015-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കെജ്രിവാൾ ആം ആദ്മി പാർട്ടി 67 സീറ്റ് നേടി ഡൽഹിയുടെ ഭരണം പിടിക്കുന്ന കാഴ്ചയായിരുന്നു അന്ന് കണ്ടത്. അത്തരത്തിലുള്ളൊരു കോൺഫിഡൻസ് തന്നെയായിരിക്കും കെജ്രിവാളിന് ഇപ്പോഴുമുള്ളത്. കാരണം ഈ 2015 മുതൽ തുടർച്ചയായി ഡൽഹി ഭരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും. ഇപ്പോൾ അഴിമതി ആരോപണത്തിന്റെ പേരിലാണ് കെജ്രിവാളിന് ഈ ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്നതും ഇപ്പോൾ രാജിയിലേക്ക് തീരുമാനം എത്തിയതും. ഈ ഒരു സ്ഥിതി ആം ആദ്മി പാർട്ടിക്ക് മറികടക്കേണ്ടതുണ്ട്. ഡൽഹിയിലും അതുപോലെ തന്നെ മറ്റിടങ്ങളിലും ആം ആദ്മി പാർട്ടി വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ആം ആദ്മി പാർട്ടിക്ക് പ്രതീക്ഷിച്ചത്ര നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെയും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉടൻ പ്രഖ്യാപിച്ച് അതിലൂടെ ഡൽഹി ജനതയുടെ മനസ്സറിയാൻ തന്നെയാണ് കെജ്രിവാളിന്റെ തീരുമാനം. അങ്ങനെയെങ്കിൽ ഡൽഹിയുടെ ഭരണം പിടിച്ചാൽ തനിക്കെതിരെയുള്ള ഉയർന്ന ആരോപണങ്ങളെല്ലാം പൊള്ളയാണെന്നുള്ള വാദം കെജ്രിവാളിന് വീണ്ടും ഉയർത്താൻ കഴിയും. അങ്ങനെ ഡൽഹിയിൽ തുടർഭരണം നേടുക എന്ന ലക്ഷ്യം തന്നെയാണ് കെജ്രിവാളിന് മുമ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോഴത്തെ അഴിമതി ആരോപണങ്ങളിൽ നിന്ന് ഈ പ്രതിസന്ധിയിൽ നിന്ന് പാർട്ടിയെ മറികടക്കേണ്ടത് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും ആവശ്യമാണ്. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയം, അതുപോലെ തന്നെ ഇപ്പോഴത്തെ അഴിമതി ആരോപണങ്ങൾ, ഇതെല്ലാം മറികടക്കുക എന്ന ലക്ഷ്യം മുന്നിൽ വെച്ച് തന്നെയാണ് കെജ്രിവാൾ ഇപ്പോൾ രാജിപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. 2 ദിവസത്തിനകം സ്ഥാനം ഒഴിയാമെന്ന നിർണായക പ്രഖ്യാപനമാണ് കെജ്രിവാളിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സരുണെ ജോസാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിലയിരുത്തലുമായി ചേർന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം കെജ്രിവാൾ നടത്തിയിരിക്കുകയാണ്. 2 ദിവസത്തിനകം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയും, പിന്നെ ജനങ്ങളിലേക്ക്.